കേൾക്കാൻ എന്ത് ഇമ്പം. പട്ടമഹിഷി സ്ഥാനം കാത്തിരിക്കുകയാണത്രേ. ചെങ്കോലും കിരീടവും കിട്ടേണ്ട വിലാസിനി ആന്റിക്ക് ആവശ്യം പോലെ കിട്ടുന്നുണ്ടല്ലേ? മകന്റെ സ്ഥാനത്തുള്ള ആൾ കൈ വീശി അടിക്കുന്നു. കൈ തടയുന്ന അടുക്കളക്കാരി. പട്ടങ്ങൾ എന്തൊക്കെയാ വാരി കൂട്ടുന്നത് അല്ല ആന്റി? പ്രിയങ്കെ, നീ എന്നെ പരിഹസിക്കുകയാണല്ലേ? ദേ, ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാനൊന്നുമല്ല, നിനക്കും കൂടി വേണ്ടിട്ടാ. അങ്ങനെയുള്ളപ്പോ നിന്റെ പരിഹാസ ചിരി എന്നെ വല്ലാതെ നോവിക്കുന്നുണ്ട്. പരിഹാസം? ആ വാക്കിന്റെ ആഴം അറിഞ്ഞത് ആന്റി അല്ല, പ്രിയങ്കയാണ്. കതിർമണ്ഡപത്തിൽ നിന്ന് ആയിരങ്ങൾ കാണെ അപമാനിച്ചിറക്കി വിട്ടത് എന്റെ ഉറക്കത്തെ കെടുത്തുന്ന ദുസ്വപ്നമായി ഇന്നും വരാറുണ്ട് എന്റെ രാത്രികളിൽ. ആ കഥയൊന്നും ആന്റി മറന്നിട്ടില്ലല്ലോ അല്ലേ? മറന്നിട്ടില്ല പ്രിയങ്കെ. നീ ഒന്ന് ഓർക്കണം, ഈ വിലാസിനി ഗംഗയെ കണ്ടിട്ടൊന്നുമല്ല ഈ കൈവിട്ട് കളിക്കുന്നത്. അത്രയും എത്ര തിരിച്ചടി കിട്ടിയാലും ക്ഷത്രിയ വീര്യം ചോരാതെ നാഗമടത്തെ പ്രിയങ്കയെ കണ്ടിട്ട് തന്നെയാ. അതാ എന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഉയർന്നപ്പോ ഈ രാത്രി തന്നെ നിന്നെ തേടി വന്നത്. അതെന്താ ആന്റി ആ ഉത്തരം കിട്ടാത്ത ചോദ്യം? അല്ല പ്രിയങ്കെ, ആ കല്യാണിയുടെ സീമന്ത രേഖയിൽ കുങ്കുമം കണ്ടെന്ന് ജയന്തി ഉറപ്പിച്ചു പറയുന്നു. അതേ പ്രിയങ്കെ, ജയന്തി കണ്ടത് ശരിയാണെങ്കിൽ അന്ന് ആ സമൂഹ വിവാഹ ചടങ്ങിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച്. രണ്ടിടത്തും വിലാസിനി ആന്റി സാക്ഷിയല്ലേ? കാണാത്തത് കാണുന്ന ഈ കണ്ണ് വെട്ടിച്ച് അവിടെ വിശേഷിച്ചൊന്നും നടക്കില്ല എന്ന് പ്രിയങ്കയ്ക്ക് അറിയാം. പിന്നെ സുജാതയുടെ ഒപ്പം നിന്ന കല്യാണിയുടെ സീമന്ത രേഖയിൽ കുങ്കുമം ഇട്ടിട്ടുണ്ടെന്ന് ജയന്തി പറഞ്ഞുവെങ്കിൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. അത് കല്യാണിയെ ചോദ്യം ചെയ്തല്ല. കല്യാണി ചോദ്യം ചെയ്താൽ അവൾക്ക് വേണ്ടി വാദിക്കാനും പക്ഷം പിടിക്കാനും പലരും ഉണ്ടാവും. പിന്നെ അവളുടെ ഒപ്പം നടക്കുന്ന ആ സുജാതയില്ലേ, അവളെ ചോദ്യം ചെയ്യണം. അവളുടെ നാവ് പറയും സിന്ദൂരരേഖയുടെ കഥ. മാത്രമല്ല, കല്യാണിയോ ആനന്ദോ ഒന്നും പ്രിയങ്കയ്ക്കൊത്ത എതിരാളികളല്ല. എന്റെ ശത്രു അഖിലാണ്ടേശ്വരിയാ. കല്യാണിയുടെ സിന്ദൂരരേഖയിൽ കുങ്കുമം കണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട ചുമതല നിങ്ങൾക്കുള്ളതാ. ഈ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തേടി എന്റെ അടുത്ത് വരികയല്ല വേണ്ടത്. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ തന്നെ ഒതുക്കണം. തൃച്ചംബരത്തുള്ളത് നിങ്ങളാ, ഞാനല്ല. അതെ, എനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല പ്രിയങ്കെ. എല്ലാ കാര്യങ്ങളും നമ്മൾ തമ്മിൽ ആലോചിച്ചല്ലേ പരിഹരിക്കുന്നത്. നിങ്ങളെ എനിക്കറിയില്ലേ? അന്തി ഉറങ്ങുന്ന വീട്ടിലെ അംഗങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനും യാതൊരു മനസാക്ഷിക്കുത്തും കാണിക്കാത്ത നിങ്ങൾ എന്നെ തേടി വരുന്നത് എന്നെ സഹായിക്കാനല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ സ്വപ്നം കാണുന്നത് തൃച്ചംബരത്തെ മഹാറാണി പട്ടം. കൂടപ്പിറപ്പുകളെ കൊന്നൊടുക്കിയിട്ട് ഹസ്തിനപുരത്തിലെ രാജാക്കന്മാരായി മാറിയ പാണ്ഡവരുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക്. പ്രജകളില്ലെങ്കിൽ എവിടെ ഭരണം? എന്തു മഹാറാണി? എന്താ പ്രിയങ്ക ആലോചിക്കുന്നത്? ഒന്നുമില്ല ആന്റി. ആ സുജാതയെ പിടിക്കും, അവള് സത്യം പറയും. ഹലോ. ആ എന്നല്ലേ ആന്റി വിട്ടോ. ഞാൻ തൃച്ചംബരത്തിന്റെ മഹാറാണി ആയാൽ പിന്നെ എന്റെ ഏറ്റവും വലിയ ശത്രു ഇവളായിരിക്കും. ഇവള് കരിമൂർഖനാണെങ്കിൽ ഞാൻ രാജവെമ്പാലയാ. ഒരുങ്ങിയിരുന്നോ, നിന്റെ ഞരമ്പുകളിൽ നിറയ്ക്കാനുള്ള വിഷം കരുതി വെച്ചിട്ടുണ്ട് ഞാൻ.
നല്ല വിശപ്പ്. ഞാൻ നിന്നോട് പറഞ്ഞതാ ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് വരാന്ന്. ഈ കോവിഡ് കാലത്ത് ആരെങ്കിലും ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കോടാ? ആ, ഒരു കാര്യം ചെയ്യ്. നല്ല വിശപ്പാണെങ്കിൽ കല്യാണിയെ വിളിച്ച് പറ, അവൾ എന്തെങ്കിലും ഉണ്ടാക്കി തരും. ഒരു മസാല ദോശ പറയാം, നിനക്ക് വേണോ? ഏയ്, എനിക്കൊന്നും വേണ്ട. എന്തിനാ കല്യാണി എന്നെ നോക്കുന്നത്? ഫോൺ എടുക്ക്. ഹലോ ഹലോ കല്യാണി, ഞാനാ. സുബ്രു സാറായിരുന്നോ? സുബ്രു സാറല്ല, സുബ്രു ഏട്ടൻ. ഓ, സുബ്രു സാറാണ്. പറഞ്ഞ സുബ്രു ഏട്ടാ. കല്യാണി, എനിക്കൊരു മസാല ദോശ വേണം. നല്ല വിശപ്പ്. പിന്നെന്താ, ഇപ്പൊ കൊണ്ടുവരാലോ. ഒരു 10 മിനിറ്റേ. നിക്ക് ഫോൺ വെക്കല്ലേ. ചില നിർദ്ദേശങ്ങളുണ്ട്. പറഞ്ഞോ. കല്യാണി, ഇഡലിയുടെ മാവ് ഉണ്ടാവല്ലോ. ഉണ്ട്. ആദ്യം കുറച്ച് ഉലുവയും അവിലും വെള്ളവും കൂടി മിക്സിയിലിട്ട് അടിച്ച് മാവിലങ്ങ് ചേർക്കണം. എന്നിട്ട് മാവങ്ങ് മാറ്റി വെച്ചിട്ട് മസാല ഉണ്ടാക്കണം. ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് അത് ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണയും കടുകും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കുറച്ച് കടലപ്പരിപ്പും 1 കഷ്ണം ഇഞ്ചിയും പിന്നെ 5 മുളകും കറിവേപ്പിലയും സവാളയും ചേർത്ത് നന്നായി ഇത് ഇളക്കിയെടുക്കണം. പിന്നെ പാകത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർക്കാൻ മറക്കല്ലേ. ഇതിങ്ങനെ നന്നായി ഇളക്കിയെടുക്കുമ്പോ മസാലക്കൂട്ടിന്റെ മണം വരും. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദോശക്കല്ലെടുത്ത് ചൂടാക്കണം. കല്ല് നന്നായി ചൂടാകുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എടുക്കണം. അത് ദോശക്കല്ലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. കല്യാണി, ഒരു പീസ് നെയ്യ് അതിന്റെ മുകളിൽ വെക്കുന്ന കാര്യം മറക്കരുത്. നല്ല പോലെ മൊരിഞ്ഞ ദോശയായി പെട്ടെന്ന് വാ കല്യാണി. ഓക്കെ സുബ്രേട്ടാ, അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് വരാം. ശരി കല്യാണി. എന്താ ആനന്ദേ? ഏയ്, ഒന്നുമില്ല. ഇതെന്തിനാ? എന്റെ കൈക്കൊരു പ്രശ്നം. നീ ബാൻഡേജ് ഒന്ന് ചുറ്റിക്കെടുത്ത. ഇതെന്ന് പറ്റിയതാ? ഫ്രാക്ചർ ഉണ്ടോ? ഏയ്, എക്സസൈസ് ചെയ്തപ്പോ പറ്റിയതാ. സുബ്രേട്ടാ, മസാല ദോശ റെഡി. നിന്റെ അനിയത്തി വന്നല്ലോ മസാല ദോശയായിട്ട്. ഹായ് ഹായ്. ഹായ് ഹായ്. മസാല ദോശയുടെ ഒരു മണം, നല്ല മൊരിഞ്ഞ പേപ്പർ റോസ്റ്റ് പോലത്തെ. ഹായ്, മസാല ദോശ. ഇനിയിപ്പോ ഇത് ഞാൻ കഴിക്കാൻ പോവാ. നല്ല വിശപ്പ്. എടാ, ഞാനിത് കല്യാണിയോട് ഓർഡർ ചെയ്തപ്പോ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ മസാല ദോശ വേണോന്ന്?
അന്നേരം വിശപ്പില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല വിശപ്പ്. എന്താടാ തുറച്ചു നോക്കുന്നേ? നീ താഴെ പോയി സുജാതയോട് പറഞ്ഞൊരു മസാല ദോശ ഉണ്ടാക്കി കഴിക്കുക. എന്നിട്ട് ആ സ്റ്റെല്ല വരുന്നവർ അവിടെ ഇരിക്കുക. ചില എടാ മഹാഭാവി, എന്നോട് ഈ കൊലച്ചത് വേണ്ടായിരുന്നു. ദൈവമേ, ഇന്ന് കണി കണ്ടവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ കർണ നോക്കി ഒന്ന് പോയക്കായിരുന്നു. അയ്യോ, കൈക്കെന്താ പറ്റിയേ? എക്സസൈസ് ചെയ്തപ്പോ ഒന്ന് കൈ നിലത്ത് കുത്തി. നല്ല വേദന. സൂക്ഷിക്കണ്ട വലിയുഞ്ഞേ. ആ സാരമില്ല. അയ്യോ, ഞാൻ വാരിത്തരാം. ആ ഇനിയിപ്പോ അതല്ലേ വഴിയുള്ളൂ. കല്യാണി, ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായൊരു നിമിഷം ഉണ്ടെങ്കിൽ അത് ഈ നിമിഷമാണെന്ന് ഞാൻ പറയും. ഇത്രയും രുചിയുള്ളൊരു മസാല ദോശ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരുപാട് രുചിയൊന്നും വേണ്ട. വലിയുഞ്ഞേ, നമ്മുടെ കല്യാണക്കാര്യം സുജാതേച്ചി അറിഞ്ഞു. സുജാതയോ? അതെങ്ങനെ? സാരി വാങ്ങിച്ചു തന്നതും താലി കെട്ടിയത് ഒരാളാണെന്ന് എനിക്കറിയാം. അതാരാണെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയി പറയും നിന്റെ അച്ഛനോട് ഈ വിവരം. എന്റെ കഴുത്തിൽ താലി കെട്ടിയാള് അത് വലിയുഞ്ഞ. കല്യാണി, നീ അതോർത്ത് വിഷമിക്കണ്ട. സുജാതയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതെന്താ കെട്ടിയോളം എങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അതങ്ങ് വിട്ടേക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഏറ്റു. സന്തോഷമായിട്ടിരിക്കുക. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ അളവ് നിനക്കറിയോ? അതൊരു കടലോളമാണ്. കടലോളം. കടലാവുമ്പോ ഇങ്ങനെ തിരയിളക്കൊക്കെ ഉണ്ടാവും. അത് സാരമില്ല, എല്ലാം ശരിയാവും. ആ ഒരു പ്രതീക്ഷയിലാ ഞാനും ഇപ്പൊ ജീവിക്കുന്നത്. ശരി. മതി.
ഇതെന്താ ഇത്? ഇഡലിയോ അതോ റബ്ബർ പന്തോ? ആ, ഇതൊരിക്കലും കല്യാണി ഉണ്ടാക്കിയതാവില്ല. രാവിലെ ഈ തൊടലി കഴിക്കണ്ടെന്ന് വെച്ചാ കല്യാണിയുടെ കൈപുണ്യത്താൽ ഒരു മസാല ദോശ കഴിച്ചേക്കാന്ന് വിചാരിച്ചത്. ആ മോഹം വടി കുത്തിപ്പിരിഞ്ഞു. ഇത് കഴിക്കാനും വയ്യ, കഴിക്കാതിരിക്കാനും വയ്യാത്ത അവസ്ഥയിലാണല്ലോ എന്റെ കൃഷ്ണ. ആ കല്യാണി, ആനന്ദ് മസാല ദോശ കഴിച്ചോ? ആ കഴിച്ചു ഏട്ടാ. ആ, നന്നായി കഴിച്ചല്ലോ അല്ലേ? ആ മസാല ദോശ നല്ലതാണെന്ന് അവൻ പറഞ്ഞോ? ആ പറഞ്ഞു, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ നല്ലതാകാതിരിക്കും? അതിന്റെ റെസിപ്പി ഞാനല്ലേ പറഞ്ഞു തന്നത്. അങ്ങനത്തെ ഒരു മസാല ദോശ കഴിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. അതാ രാവിലെ ഇങ്ങോട്ട് വന്നത്. അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്റെ തലവിധി. സുബ്രേട്ടന് വേറെ വല്ലതും വേണോ? ആ വേണം, ഒരു ജ്യൂസ്. ആ അയ്യോ കല്യാണി, ഒരെണ്ണമല്ല 2 ജ്യൂസ് വേണം. കല്യാണി ഒരു ജ്യൂസുമായിട്ട് മുകളിലേക്ക് വരുമ്പോ അതും ആനന്ദ് വാങ്ങി കുടിക്കും. അതുകൊണ്ടേ 2 ജ്യൂസായിട്ട് മുകളിലേക്ക് വന്നാ മതി. ആ മസാല ദോശയൊക്കെ കഴിച്ചോ? പിന്നെ മസാല ദോശ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് നീ. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യല്ലോ ദൈവമേ. അയ്യോ, അപ്പൊ സുജാത നിനക്ക് മസാല ദോശ ഉണ്ടാക്കി തന്നില്ലേ? ആ തന്നു. ദൊടലി, ഇഡലിയുടെ ആളിയൻ. നീ എന്താ ബാൻഡേജ് അഴിച്ചു മാറ്റിയത്? ഇത്ര പെട്ടെന്ന് കൈയുടെ വേദന മാറിയോ? എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. കല്യാണി എനിക്ക് ആഹാരം വാരിത്തരാൻ വേണ്ടി ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നു കയ്യിലെ വേദന. അത് ശരി, അപ്പൊ അതായിരുന്നു വേല. ആ വഴിയാണ് എന്റെ മസാല ദോശ പറന്നു പോയത്. ഭയങ്കരൻ. ആ കല്യാണി ഒരു ശുദ്ധ പാവമായി പോയി. ഇത്തരം ചില വേലകളില്ലെങ്കിൽ പ്രേമത്തിന് എന്താ ഒരു രസമേ? ജ്യൂസ് റെഡി. കെടുത്താ പെട്ടെന്ന് കേട്ടോ. ദാ. അല്ല ഇതെന്ത് പറ്റി? നേരത്തെ വലത് കൈയിലായിരുന്നല്ലോ ബാൻഡേജ്. അല്ല അതിപ്പോ ഇടത് കൈയിലേക്ക് മാറി. അതെ, വലത് കൈയിലായിരുന്നു വേദന. അതിങ്ങനെ ക്രമേണ ട്രാൻസ്ഫർ ആയി ഇടത് കൈയിലേക്ക് വന്നു. ഇപ്പോ ഇടത് കൈയിലെ വേദന അതങ്ങനെ ഷിഫ്റ്റായി. ആ ഭയങ്കര വേദനയുണ്ടോ വലിയ? പിന്നെ അതെ, ഈ വലത് കൈയിൽ നിന്ന് പെടലി വഴി ഇടത് കൈയിലേക്ക് ഷിഫ്റ്റായി. ഓ ഓ ഓ 12 മക്കളിൽ ഭ്രാന്തനായി നടന്ന നാറാണത്ത് ഭ്രാന്തന്റെ വലതുകാലിലെ മന്ത് ഒരു സുപ്രഭാതത്തിൽ ഇടതുകാലിലേക്ക് മാറിയ ഐതിഹ്യം കേട്ടിട്ടില്ലേ? അതുപോലെ ഈ മാറ്റോ. പക്ഷെ കല്യാണി, ഇത്തരം വേദനകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് 3 ഷിഫ്റ്റ് ആയിട്ടേ വരൂ. ഓ നീ ഇഡലിയും ജ്യൂസും ഒക്കെ കഴിച്ചില്ലേ? ഇനി പോയട്ടെ, പോ 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 പോ. അല്ലെങ്കിൽ എള്ളം ഉണങ്ങുന്നത് എണ്ണയ്ക്ക്, ആട്ടിൻകാട്ടം ഉണങ്ങുന്നത് എന്തിനാ? നടക്കട്ടെ നടക്കട്ടെ. ഭയങ്കര വേദന.